പരീക്ഷാ ക്രമക്കേടിൽ PSC ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഉടനുണ്ടാകും. പരീക്ഷാ വിഭാഗത്തിലെ 3 ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകളിൽ സംശയമെന്ന പ്രത്യേക അന്വേഷണ സംഘം വിശദമായ ചോദ്യം ചെയ്യലിന് പിന്നാലെ അറസ്റ്റിലേക്ക് കടക്കാനാണ് SIT നീക്കം. PSC ചെയർമാനും അംഗങ്ങളും സംശയനിഴലിലാണ്. ഉത്തരക്കടലാസുകൾ പരിശോധിച്ച് ഓൺ സ്ക്രീൻ മാർക്കിംഗിന്റെ ലോഗിൻ വിവരങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് PSC സെക്രട്ടറിക്ക് SIT മേധാവി കത്തു നൽകി. PSCക്കെതിരായ പരാതികളിൽ അന്വേഷണ സംഘം വിപുലീകരിക്കാനും തീരുമാനമുണ്ട്. അനുരു അശോകൻ വാർത്തകളുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേരുന്നു. അനുരു, ഗുഡ് മോർണിംഗ്. ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെയും സുതാര്യതയെയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നിരവധി കണ്ടെത്തലുകൾ പുറത്തു വരികയാണ്, നിരവധി വിവരങ്ങൾ പുറത്തു വരികയാണ്. അതിലേറ്റവും പ്രധാനം PSC ചെയർമാൻ അടക്കം സംശയനിഴലിലാണ് എന്നുള്ളതാണ്. SIT നീക്കങ്ങൾ എങ്ങനെ, പുതിയ കണ്ടെത്തലുകൾ എങ്ങനെ അനുരു? സേതു, കഴിഞ്ഞ ജൂൺ 27-നാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ന്യൂസ് മലയാളം വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് എന്താണ് മറുപടി എന്ന് PSCയോട് ചോദിക്കുന്നത്. ഇതേ തുടർന്നാണ് ആഭ്യന്തര വിജിലൻസ് അന്വേഷണവും സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണവും പ്രഖ്യാപിക്കുന്നത്. ആ അന്വേഷണത്തിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ വിവരം നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാനുള്ളത്. PSC ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് പരീക്ഷാ വിഭാഗത്തിലെ ഈ ഉദ്യോഗസ്ഥർ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകും എന്ന് തന്നെയാണ്. 3 ഉദ്യോഗസ്ഥരാണ് ഇതിൽ പ്രധാനമായും സംശയനിഴലിലുള്ളത്. 2 ഉദ്യോഗസ്ഥരുടെ പങ്ക് SIT സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാൾ സഹായിയായി പ്രവർത്തിച്ച വ്യക്തിയാണ്. നമുക്കറിയാം, സംസ്ഥാനത്ത് PSC നടത്തുന്ന ഏറ്റവും വലിയ തസ്തികകളാണ് ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികകൾ. അതിലെ ചീഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ചീഫ് പ്ലാനിംഗ് കോർഡിനേഷൻ, ഈ 2 തസ്തികകളിലേക്കുള്ള പരീക്ഷകളിലാണ് ക്രമക്കേട് ആരോപണം ഉയർന്നത്. 228 ഉദ്യോഗാർത്ഥികളുടെ 100 മാർക്കിൻ്റെ പൊതുപരീക്ഷയിൽ 58 മാർക്കിന് മൂല്യനിർണ്ണയം നടത്താതെ കേവലം 42 മാർക്കിന് മൂല്യനിർണ്ണയം നടത്തിക്കൊണ്ട് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ നേതാവിന് നിയമനം നൽകി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് 1ാം റാങ്കുകാരനായ അരുൺ ജെ പ്രതാപിൻ്റെ ഉത്തരക്കടലാസുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഈ പറയുന്ന നമുക്ക് ഈ ക്രമക്കേട് മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അദ്ദേഹം എഴുതിയ 9 മുതൽ 18 വരെയുള്ള ഈ ചോദ്യങ്ങളിൽ പ്രത്യേകിച്ച് 6 ചോദ്യങ്ങൾ, ആദ്യത്തെ 9 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ 6 ചോദ്യങ്ങൾ ഉത്തരം എഴുതാതെ പോവുകയും 7ാമത്തെ ഭാഗത്ത് 2 വരി എഴുതുകയും 8, 9 ഭാഗങ്ങൾ അദ്ദേഹം ഉത്തരം എഴുതുകയും 10ാമത്തെ ചോദ്യം ഉത്തരം എഴുതാതെ വിടുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സ്ലോട്ടിൽ ഇത്തരത്തിൽ ക്രമക്കേട് നടന്നു എന്നുള്ളതാണ്. അദ്ദേഹം എഴുതാതെ പോയ ചോദ്യങ്ങളും ഉത്തരങ്ങളും അത് പ്രത്യേകിച്ച് ഈ പരീക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ ഒഴിവാക്കി കൊടുത്തു എന്നുള്ളതാണ് കണ്ടെത്തൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 2 ഉദ്യോഗസ്ഥരെ പ്രധാനമായും SIT നിരീക്ഷണത്തിൽ വെച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഉദ്യോഗസ്ഥർ എന്തടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന സഹായം ചെയ്തു കൊടുത്തതെന്ന് അറിയണം. കൂടാതെ PSCക്കെതിരായിട്ടുള്ള മറ്റു പരാതികളും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം വിപുലീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആസൂത്രണ ബോർഡിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഓൺ സ്ക്രീൻ മാർക്കിങ്ങിൻ്റെ സംവിധാനം, പ്രത്യേകിച്ച് ലോഗിൻ വിവരങ്ങൾ, കാരണം ഈ സംവിധാനത്തിലേക്ക് കയറണമെങ്കിൽ ആരാണ് എപ്പോഴൊക്കെ കയറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ സാഹചര്യത്തിൽ ലോഗിൻ വിവരങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് PSC സെക്രട്ടറിക്ക് SIT ഇന്നലെ കത്ത് നൽകിയിരുന്നു. കൂടാതെ മറ്റു പരീക്ഷകൾ ധാരാളം പരാതികൾ PSCക്കെതിരെ ഉയർന്നിട്ടുണ്ട്. ഇതൊക്കെ അന്വേഷിക്കണം എന്നുള്ളത് തന്നെയാണ് തീരുമാനം. ഈ സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണം. ശരി, അപ്പോ ഈ അനുരു പറഞ്ഞ പോലെ തന്നെ ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടിൽ PSC ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന സുപ്രധാന വിവരമാണ് ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.